ആത്മവിദ്യാലയമേ നേരെ എങ്ങാണ്ട് പൈസ കിട്ടുന്ന പരിപാടിയാണെന്ന് പറഞ്ഞപ്പോഴാ ഇയാൾ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞപ്പോ കണ്ടന്റ് എന്നും പറഞ്ഞ് ഇറങ്ങിയിരുന്നത്. ഇപ്പൊ കണ്ടന്റും ഇല്ല, ഒരു തേങ്ങയില്ല. കണ്ടന്റ് ഉണ്ടാക്കാൻ വല്ല ഐഡിയ ഉണ്ടാടെ? നീയും നടക്കണ എന്റെ കുറച്ച് പുതിയ പ്ലാനുകൾ വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ മുതുക്ക് തലയിൽ നിന്ന് കണ്ടന്റ് ഒതുക്കില്ല എന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു ഫ്ലോപ്പ് ആവും. അതെന്തൊരു വർത്താനം? ഞാനൊക്കെ ജെൻസിയാണ്, ജെൻസി. തൊലി 88 നിങ്ങളാണ് ജെൻസി, നിങ്ങൾ ബിസിയാണ്, ബിസി. എന്റെ പ്രാങ്ക് ഐഡിയ ഒക്കെ പൊളിയല്ലായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് പാസഞ്ചറിന്റെ മുന്നിൽ ഇപ്പോൾ എന്താണ് കാണിച്ചത്? ആ ബസ്സിന് കൈ കാണിച്ചിട്ട് അതിന് സ്റ്റെപ്പിൽ കയറി ഷൂലേസും കെട്ടിയിട്ട് ബസ്സിൽ പോട്ടേന്ന് പറഞ്ഞിട്ടേക്കുന്നത്. അതിനല്ലേ നിങ്ങൾ ഇട്ടിട്ട് അംഗീകരിച്ചത്? അതൊക്കെ ഇത് സർവ്വസാധാരണമാണ്. നീ ഈ ഫീൽഡിൽ പുതിയതായതാണ്, കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ തോന്നുന്നല്ലോ. ബേബിന്നല്ലേ അവൻ പറഞ്ഞിട്ട് പോയത്? ചിലപ്പോ ഞാറക്കാറ്റുള്ള ബേബി അമ്മൻ ആയിരിക്കുമല്ലേ? അങ്ങനെ അവനെ ഇതെങ്ങനെ വിട്ടാ പറ്റൂലമ്മ? കമോൺ, നമുക്ക് അവനെ ഒബ്സർവ് ചെയ്യണം, ഫോളോ ചെയ്തിട്ട് വാച്ച് ചെയ്യാം. ബേബി അമ്മേനെ ഫോണിൽ തന്നെ വിളിക്കുന്നത്. അമ്മയ്ക്ക് പിന്നെ ഫോൺ വിളിക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് തന്നില്ല. എന്ത് ഇതിങ്ങനെ വിട്ടാ പറ്റൂല ചേട്ടാ. ഇവിടെ ഒരു മുതുവാഴ ഉള്ളപ്പോ ചെറിയ വഴക്ക് കേൾക്കുന്നു. ചേട്ടാ ചോദിക്കണം, നിങ്ങൾ കേട്ടി അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. എമർജൻസിയല്ലേ, വിട്ടേക്കാം. ചെറുക്കൻ ഈ നമ്പർ ഞാൻ എവിടെ 794644306 ഈ നമ്പറിൽ കേരളത്തിൽ വിളിക്കണേ. ഞാൻ നിങ്ങളുടെ കോളിനെ കാത്തിരിക്കും. എപ്പോഴും ഞാൻ വിളിക്കും. അപ്പൊ നമ്പർ മറക്കൂ. ഒരിക്കലും മറക്കരുത്. കോളെ കളയാം. അന്ന് കോളേജിൽ വെച്ച് ഞാൻ അവളെ കെട്ടിയിരുന്നെങ്കിൽ ഈ കുരുപ്പിന്റെ മോളൂടെ അല്ലാണെന്നാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന്? എനിക്കിനി ജീവിക്കണ്ട. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ആ കുരുപ്പൊക്കെ ഒരു പെണ്ണ് കിട്ടി. അല്ല, ഞാൻ എന്തിനാ ചാവുന്ന? അവളുമാരും നല്ല ഡിസർവ് ചെയ്യുന്നില്ല. അതായി അതുകൊണ്ട് ഞാൻ ചാവേണ്ട കാര്യമില്ല. അല്ല സൂക്ഷിച്ചൊക്കെ നില്ല. അയ്യോ.